മിക്ക വീടുകളിലും അമ്മമാര് തനിയെ സംസാരിക്കുന്നുണ്ട്. അവർ സംസാരിക്കുന്നത് അവർ താണ്ടിയ ദൂരത്തെ കുറിച്ചിട്ടാണ്, ഇനി ചെയ്തു തീർക്കാനുള്ള ഉത്തരവാദിത്തങ്ങളെ ഓർത്തിട്ടാണ്, അതോ ഇനി ഉച്ച കഴിഞ്ഞ് എന്ത് വെക്കുമെന്ന് കഴിക്കാൻ വേണ്ടി എന്ത് വെക്കുമെന്ന് ആലോചിച്ചിട്ടാണോ, ലാസ്റ്റ് വന്നൊരു ഫോൺ കോളിനെ കുറിച്ച് ഓർത്തിട്ടാണോ അവരിങ്ങനെ തനിയെ സംസാരിക്കുന്നുണ്ട്. മിക്ക ദിവസവും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അമ്മ എന്നോട് പറയുന്നത് പുതിയൊരു സാധനം ഉണ്ട്, ഇത് കണ്ടുപോയില്ലേ. അവർക്കത് കാണുമ്പോൾ സന്തോഷം. അമ്മയ്ക്ക് കിട്ടിയ പുതിയ തമാശകൾ നമ്മളെ കാണിച്ചു തരുന്നു. ശരിക്കും അവർ കാണിക്കുന്ന തമാശകൾ ചിലപ്പോൾ ചളിയാണെങ്കിലും അവരുടെ എക്സൈറ്റ്മെന്റ് നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്നൊരു കാര്യം. ഇവരുടെ ഓരോ ചോദ്യങ്ങളും സംശയങ്ങൾക്ക് ഇറിറ്റേഷൻ വരുന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് എനിക്ക് മാറി നോക്കുമ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അമ്മമാരിങ്ങനെ മുറ്റത്തിരുന്ന് ഇതുപോലെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. എല്ലാ ദിവസവും വാട്സാപ്പിലൊക്കെ ഫോർവേഡ് നമ്മളെ കാണിച്ചു തരണം, നമ്മളതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. നമ്മൾ റെസ്പോൺസിബിലിറ്റി നമ്മുടെ കയ്യിലാണ്, ചെറുപ്പക്കാരായി നമ്മുടെ കയ്യിലാണ് അവരുടെ സന്തോഷം വീണ്ടെടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ളതെന്നും വല്ലാതെ റെസിപ്രോക്കേറ്റ് ചെയ്യും. അതായത് നമ്മളൊരു സ്നേഹം കാണിച്ചാൽ ഇരട്ടിയായിരിക്കും തിരിച്ചു വരണ്ടാവും. നമ്മൾ കാണിക്കുന്ന ചെറിയൊരു സ്പർശം അല്ലെങ്കിൽ ചെറിയൊരു സഹായം അത് അവർ വലിയ കാര്യമായിട്ട് എടുത്ത് അതിലിരട്ടി നമുക്ക് തിരിച്ചു തരുന്നുണ്ടാവും. അത് വളരെ സത്യമാണെന്ന് മനസ്സിലാക്കിയ ഒരു കാലഘട്ടമാണ്. അമ്മയോടൊക്കെ പണ്ട് 1 പറഞ്ഞ 2 വാക്കിന് തർക്കമാണ്. പലപ്പോഴും എൻ്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ എൻ്റെ ശരിയേക്കാൾ ഉപരി അവരുടെ ശരിയാണെന്ന് മനസ്സിലാക്കി തർക്കങ്ങൾക്ക് അധികം നിൽക്കാണ്ട് അവരുടെ സന്തോഷം കണ്ടെത്തി ഓൺലൈനിൽ ഇടയ്ക്കിടയ്ക്ക് അമ്മയ്ക്ക് ഒരു നൈറ്റിയൊക്കെ ഓർഡർ ചെയ്ത് കൊടുത്തു. അമ്മ ഉണ്ടാക്കി തന്ന ഭക്ഷണത്തിന് വളരെയധികം അപ്രീസിയേഷൻ കൊടുത്തു. അമ്മയ്ക്ക് നല്ല ഫോർവേഡുകൾ അയച്ചു കൊടുത്തു. അമ്മ എനിക്ക് കാണിച്ചിരുന്ന വീഡിയോസോ അടിപൊളിയെന്ന് പറഞ്ഞു. നമ്മളിങ്ങനെ അവരുടെ വാർദ്ധക്യം അവരെൻജോയ് ചെയ്യുമ്പോൾ അതിനൊരു തടസ്സമാകാതെ നിൽക്കുക എന്ന് മാത്രം നമ്മൾ ചെയ്യേണ്ടതുള്ളൂ എന്ന് തോന്നുന്നു.